ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു വളകാപ്പ് പ്രിപ്പറേഷൻ ഡേ വ്ളോഗാണ്. ഇന്ന് സെപ്റ്റംബർ 13th ആണ്. നാളെ സെപ്റ്റംബർ 14th എൻ്റെ വളകാപ്പ് സെറമണി. അപ്പോൾ ഒഫീഷ്യലി ദിസ് ഇസ് മൈ ലാസ്റ്റ് ഡേ ഇൻ പ്രഭൂസ് ഹൗസ് ബിഫോർ ദ ബേബി കംസ്. ആൻഡ് നാളെ ചെറിയ രീതിയിലൊരു ഫങ്ഷനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഡെക്കറേഷൻസും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഞാൻ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്തി ഒരു ചെറിയ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി. ഇതാണ് ഞാൻ നാളത്തെ ഫങ്ഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കഷ്ടപ്പെട്ട് കുറച്ച് പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അയൺ ചെയ്തും കൂടി സെറ്റാക്കണം ഇനി. അപ്പോൾ എൻ്റെ ജ്വല്ലറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ സെക്കൻഡ് സാരി. കല്യാണത്തിൻ്റെ ദിവസം ആ സാരി മര്യാദയ്ക്ക് കൊടുക്കാനും പറ്റിയില്ല. ആ സാരിയിൽ നല്ല ഒരു ഫോട്ടോ എന്ന് പറയാനായിട്ടും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ നാളെ വളരെ മിനിമലായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു വെഡ്ഡിങ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതാ മെഹന്തിയൊക്കെ ഇവിടെ റെഡിയാണ്, പക്ഷേ ഇട്ടിട്ടില്ല. ആൻഡ് വള ഓൾസോ ചേച്ചിയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഈ സോഫ മാറ്റിയിട്ട് വേറെ ആക്കും. മീഷോന്ന് വാങ്ങിയ ഒരു ഡെക്കർ ഐറ്റം, നമുക്ക് 5 പീസ് ഉണ്ട് ഇങ്ങനത്തെ. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം അഫോർഡബിൾ ആണ്, എന്നാൽ ക്യൂട്ടുമാണ്. അപ്പോൾ പരിപാടി പ്രമാണിച്ച് ബ്യൂട്ടിഫിക്കേഷൻ ഒന്നും അധികം ചെയ്യാത്തത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അലോവേറ ജെല്ല് തേച്ചിട്ട് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ സെൽഫ് മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്താൽ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആവാനൊക്കെ അത് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. വീട്ടിൽ സിപ്പിയാണ് ഫേസ് പാക്കിൻ്റെ ഒക്കെ മെയിൻ ആൾ. അപ്പോൾ എനിക്ക് കൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ചേച്ചി എനിക്ക് മൈലാഞ്ചി ഇട്ട് തന്നു. പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റ്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് മെഹന്തി ആർട്ടിസ്റ്റ് പാമ്പ്രക്കവല. ചിരിക്കുന്ന എങ്ങനെയാന്ന് ചിരിച്ച് നോക്കട്ടെ. ആ ചാടിക്കോ, ചാട കുത് കുത്. ആ കൈയുടെ ഈ സൈഡിൽ ഞാനാണ് ഇട്ടത്. ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ വരയ്ക്കാൻ നോക്കി കൊളായപ്പോൾ ഇതിലൊതുക്കി. നേരത്തെ കാണിച്ച ഒരു കൊച്ചിൻ്റെ തലയായിരുന്നു നടുക്ക്. ഇത് അമ്മയും കൊച്ചും ഒരു ലവ് ഷേപ്പിലൊക്കെ. അങ്ങനെ രാത്രി ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. സിപ്പിയുടെ ഒരു വെറൈറ്റി ഡിസൈനാണ്. പക്ഷെ അത് നല്ല എസ്തറ്റിക് ഭംഗിയുണ്ടായിരുന്നു. പാതിരാത്രിക്ക് സിപ്പിയുടെ ബ്ലൗസ് അഴിക്കുക. ഇത് ഞാൻ തിരിച്ചെടുക്കാം. ഞാൻ വരച്ചതാ ഗൈസ്. ഡേഡ് ടു ബി ടീ ഇടണം അല്ലേ? അയ്യോ, എൻ്റെ ഈ ഉണ്ണിക്കാലിന് എന്ത് പറ്റി? അങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ഒരുവിധം ആക്കിയിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഇപ്പോൾ മൈലാഞ്ചി കാണാൻ സിമ്പിളായിരുന്നെങ്കിലും ഇത് ഇട്ട് തീരാൻ ഒരുപാട് ടൈം എടുത്തായിരുന്നു.
അങ്ങനെ പൂക്കൾ കൊണ്ട് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും കിടക്കാൻ പോയത്. പ്രഫു ആദ്യം ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഗേൾസ് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും പോയി. നാളെ രാവിലത്തെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണം. അധികം ടൈം കിട്ടും തോന്നുന്നില്ല ഉറങ്ങാൻ. സോ വളകാപ്പ് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ.